കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ.ഡി. റവന്യൂ വകുപ്പിന് നൽകിയ കത്തിൽ CPM നിയന്ത്രണത്തിലുള്ള റെപ്കോയുടെ വായ്പാ ബാധ്യതാ വിവരങ്ങളും. കരുവന്നൂർ ബാങ്കിൽ നിന്ന് റെപ്കോയ്ക്ക് വായ്പ നൽകിയത് 8 കോടി രൂപ. തിരിച്ചടവില്ലാതെ വിവിധ സഹകരണ ബാങ്കുകൾക്ക് റെപ്കോ വരുത്തിവെച്ചത് 450 കോടിയുടെ ബാധ്യതയെന്നും കണക്കുകൾ. ക്രമക്കേടുകളുടെ ഭാഗമായി CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരെയും ഇ.ഡി. ചോദ്യം ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിനിടെ സഹകരണ മേഖലയിലെ CPM നിയന്ത്രണ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന റെപ്കോയുമായി കരുവന്നൂർ സഹകരണ ബാങ്ക് നടത്തിയ ഇടപാടുകളായിരുന്നു ഇ.ഡി. പരിശോധിച്ചത്. റെപ്കോയ്ക്ക് സഹായമായി 8 കോടി രൂപ നൽകിയ കരുവന്നൂർ ബാങ്കിന് ഡാമേജ് ഉൽപ്പന്നങ്ങളുടെ തുകയായ 9 കോടി 79 ലക്ഷം രൂപ റെപ്കോ തിരികെ നൽകാനുമുണ്ട്. റെപ്കോ MD ഹരിദാസൻ നമ്പ്യാരെ 2023 ഒക്ടോബറിൽ 2 തവണ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. കരുവന്നൂരിന് സമാനമായ 12 ബാങ്കുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, റിസർവ് ബാങ്ക്, കേന്ദ്ര ധനമന്ത്രാലയം കീഴിലുള്ള റവന്യൂ വകുപ്പ് എന്നിവയ്ക്ക് കൈമാറിയതിനൊപ്പമാണ് റെപ്കോ കരുവന്നൂർ ബാങ്കിന് വരുത്തിവെച്ച ബാധ്യതയും കത്തിൽ വ്യക്തമാക്കുന്നത്. തൃശൂരിലെ CPM അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തതാണെന്ന് ഇ.ഡി. ധനമന്ത്രാലയത്തെയും അറിയിച്ചിരുന്നു. തൃശൂരിൽ പാർട്ടിക്ക് 81 അക്കൗണ്ടുകളുണ്ടായിരുന്നു. വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളെ കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണവും നടക്കുകയാണ്. ജനം, കൊച്ചി.